കാർഷിക മേഖലകളിൽ വന്യമൃഗങ്ങളുടെ ശല്യം കൂടിവരുന്ന സാഹചര്യം കണക്കിലെടുത്ത് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ തോക്കുടമകളുടെ യോഗം വിളിച്ചു. ലൈസൻസ് ഉള്ള ഷൂട്ടർമാരാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത്. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ ഉൾപ്പെട്ട ലൈസൻസ് ഷൂട്ടർമാരാണ് യോഗത്തിൽ പങ്കെടുത്തത്. മേഖലയിൽ വന്യമൃഗങ്ങൾ കൃഷി നശിപ്പിക്കുന്നത് പതിവായതോടെയാണ് അധികൃതർ ലൈസൻസ് തോക്ക് ഉടമകളുടെയും ഷൂട്ടർമാരുടെയും യോഗം വിളിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു ഉദ്ഘാടനം ചെയ്തു. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന് പ്രത്യേകിച്ച് ഒരു കമ്മിറ്റിയോ അല്ലെങ്കിൽ മറ്റുള്ള ഒന്നുണ്ട്. അതിന്റെ അധികാരം പൂർണ്ണമായിട്ടും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരിൽ നിക്ഷിപ്തമാണ്. ഞാൻ കഴിഞ്ഞ 5 വർഷം പിന്നീട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ എൻ്റെ പഞ്ചായത്തിൽ 3 പേർക്ക് ലൈസൻസ് കൊടുത്തിട്ടുണ്ട്. അത് സമയബന്ധിതമായി നമ്മളത് പുതുക്കി നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു അധികാരത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് നമ്മൾ ഷൂട്ടേഴ്സിനെ സൃഷ്ടിച്ചുവെങ്കിലും സമയബന്ധിതമായി അത് പ്രയോജനകരമായി വരുന്നില്ല എന്നുള്ളൊരു ചിന്തയിലേക്ക് വന്നിരിക്കുകയാണ്. കാരണം എറണാകുളം ജില്ലയിൽ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ 2 ജില്ലയാണ് ഏറ്റവും പിന്നോക്കം നിന്നിട്ടുള്ളത്. അതിൽ ഒരു ജില്ല എറണാകുളമാണ്. വന്യമൃഗ ശല്യങ്ങൾ വളരെ രൂക്ഷമാണ് എന്ന് നമ്മൾ സ്ഥിരീകരിക്കുക തന്നെയല്ല, രൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണെങ്കിൽ പോലും നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു അനുവാദം അല്ലെങ്കിൽ ആ അനുവാദത്തിൽ നിന്നുകൊണ്ട് കൃത്യതയോടുകൂടി നമ്മളത് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതിന് കൃത്യമായി മീറ്റിംഗ് വിളിക്കാനുള്ള കാര്യം, നിങ്ങൾക്ക് പല സംശയങ്ങളും ഉണ്ടാകാം, നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് വേതനത്തിൻ്റെ പ്രശ്നങ്ങളും ഉണ്ടാകാം, ഇത് ലൈസൻസ് എടുക്കുവാൻ അല്ലെങ്കിൽ ഇതിനുള്ള അതോറിറ്റി നിങ്ങളെ ഏൽപ്പിക്കുന്നതിനുണ്ട് തടസ്സങ്ങളും ഉണ്ടാകാം. അങ്ങനെ പല കാര്യങ്ങളാണ് ഇവിടെ ആമുഖമായിട്ട് പറഞ്ഞതിൽ നമുക്ക് മനസ്സിലായിട്ടുള്ളത്. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ബിജോയ് പി ജോസഫ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. കോതമംഗലം DFO ഡോക്ടർ സൂരജ് ബെൻ, ബിൻസി മോഹൻ, CM ബേബി, വൃന്ദ മനോജ്, പ്രിയങ്ക ടോമി, ചിഞ്ചു P അബ്രഹാം, സന്ദീപ് PM, രാജേഷ് കുഞ്ഞുമോൻ, കുട്ടമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി കുര്യാക്കോസ്, പിണ്ടിമന പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് KP, BDO അമിത തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.